ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കോടതിയിൽ അവള് ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അച്ഛനതോർത്ത് വിഷമിക്കണ്ട. നീ എന്താടി കാണിക്കുന്നേ? ഈ സമയത്ത് ഇങ്ങനെ ഓടുന്നത്? അമ്മുക്കുട്ടി അമ്മയുടെ മുത്തേ, അമ്മുക്കുട്ടി, അമ്മയുടെ പൊന്നുമോളെ, എവിടെയായിരുന്നു നമ്മുടെ ചുന്ദരി? അമ്മ കാണാൻ വന്നതാണോ? അമ്മയ്ക്ക് ഉമ്മാന്നെ 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 ഉമ്മ. അമ്മുക്കുട്ടി, ദേ കുഞ്ഞാവെ കണ്ട? നോക്കി, ഇതാരാണെന്ന് നോക്കടാ. ഇതാരാ നോക്കി നോക്കി വാവേ, ദേ ചേച്ചി വന്നിരിക്കുന്നു. ഓ ഓ തൊടണ്ട. അമ്മുക്കുട്ടി കണ്ടപ്പോഴാ അർച്ചനയ്ക്ക് ജീവൻ വീണത്. അമ്മക്കുട്ടിയെ കൊണ്ടുവരാഞ്ഞിട്ട് ഇവിടെ എന്തൊരു ബഹളായിരുന്നു. ഇപ്പൊ നിന്റെ വിഷമം മാറിയില്ലേ? മോളെ എവിടെ ഇരിക്കെ, അമ്മ ചായ എടുക്കാം. മീരെ, നീ വാ, കൊച്ചിനെ കുളിപ്പിക്കാം. അമ്മയുടെ പൊന്നേ, എത്ര ദിവസമായി അമ്മക്കുട്ടിയെ കണ്ടിട്ട്. ഓ ഓ ഓ ഓ ചുന്ദരി, അമ്മയുടെ ചക്കര പൊന്നേ. ഈശ്വര, അച്ചു ചേച്ചിന്റെ കുഞ്ഞിനെ തിരിച്ചു തരില്ലേ? അതെ, നീ എന്താ അവിടെ തന്നെ നിക്കുന്നേ? ഇങ്ങോട്ട് വാ. അമ്മയുടെ പൊന്നേ, അമ്മുക്കുട്ടി, നീ കുഞ്ഞിന്റെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ? തൊട്ടിലിവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നീ തിരിച്ചു വന്നിട്ടേ സന്ദീപിന്റെ കയ്യിൽ ഡ്രസ്സുകളൊക്കെ കൊടുത്തു വിടണേ. ഓ ഏ ഏ ഏ പൊന്നേ, ഓ ഓ ഓ ഓ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ സന്ധ്യയോട് വരാൻ പറഞ്ഞത്. അർച്ചനയുടെ കുഞ്ഞിന്റെ നൂലിയെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണം. ഇനി അതിനായി കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്താ സന്ധ്യയുടെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിയമപരമായി ഞങ്ങൾക്കിപ്പോ വിവാഹം കഴിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഞങ്ങൾ ഉടനെ തന്നെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങും. ഒരു ദിവസം ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി മാലയിട്ട് ഇവളുടെ കൈയും പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കയറി വരും. അങ്ങനൊരു ചടങ്ങ് മാത്രം മതി. അങ്ങനെ പറയാൻ നിനക്ക് അവകാശമുണ്ട്. അനുഭവം കൊണ്ട് നിന്റെ മനസ്സ് അതിന് പാകപ്പെട്ട് കാണുകയും ചെയ്യും. പക്ഷേ എന്റെ ആഗ്രഹം അങ്ങനെയല്ല. അത് മതി അച്ഛാ. നമ്മളിനി ഇവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇവരുടെ ജീവിതം എങ്ങനെ വേണമെന്ന് ഇവർ തന്നെ തീരുമാനിച്ചോട്ടെ. അതല്ലേ നല്ലത്. അവരുടെ തീരുമാനത്തിനാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അവന്തിക കാരണം തകർന്നു പോയ ജീവിതമാണ് എന്റെ മോന്റേത്. എല്ലാം മറന്ന് ഇവനൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാവരും അവന്റെ ഒപ്പം വേണം. എല്ലാ ചടങ്ങുകളോടും ആർഭാടങ്ങളോടും കൂടി മോളെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നാ അച്ഛന്റെ ആഗ്രഹം. എല്ലാം നന്ദേട്ടൻ പറയുന്നത് പോലെ മതിയച്ച. നമ്മൾ ആർഭാടമായിട്ട് എല്ലാരും കൂട്ടി കല്യാണം നടത്താൻ പോയാ അത് അവരറിയും.
ചിലപ്പം പോലീസും കോടതിയൊക്കെയായി വന്ന് അവര് ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. എന്തിനാ നമ്മളായിട്ട് അങ്ങനെ ഒരു സമാധാനക്കേട് ഉണ്ടാക്കുന്നേ? നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ അച്ഛന് തെറ്റുപറ്റി മോളെ. ഇനിയെങ്കിലും എന്റെ മോനൊരു നല്ല ജീവിതം കിട്ടിയാൽ മതി. അതിന് നീ ഇവന്റെ കൂടെ വേണം. കുടുംബ കോടതിയിലെ ആദ്യത്തെ കൗൺസിലിംഗ് നാളെ. ഇനി എന്തിനാ ഒരു കൗൺസിലിംഗ്? എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം, അതാ നല്ലത്. അതിനുവേണ്ടി എത്ര കോമ്പൻസേഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നാളെ കൗൺസിലിംഗിൽ അവൾ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൾ ആദ്യം പറയാൻ പോകുന്നത് അവൾക്ക് ഡൈവോഴ്സ് വേണ്ടെന്ന് തന്നെ ആയിരിക്കും. എല്ലാം അച്ഛനും നന്ദേട്ടനും കൂടി തീരുമാനിച്ചാൽ മതി. ഞാനെന്നാ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ചെല്ലു മോളെ, അവിടെ കുട്ടികൾ നിന്നെ കാത്തിരിക്കുക. കോടതിയിൽ അവള് ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അച്ഛനതോർത്ത് വിഷമിക്കണ്ട. ഡിവോഴ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും സന്ധ്യയും ഞാനും തമ്മിലുള്ള ജീവിതം ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. അതിന് യാതൊരു മാറ്റവും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും അവൾ തകർത്തുടച്ചു കളഞ്ഞ ജീവിതം അവളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ തിരിച്ചു പിടിക്കും. അവൾക്ക് മുന്നിൽ ഞാനും സന്ധ്യയും സന്തോഷത്തോടെ തന്നെ ജീവിക്കും. നേരം ഇത്രയായിട്ടും അച്ചുചേച്ചി അമ്മുക്കുട്ടി താഴെ വെച്ചിട്ടില്ല. അച്ചുചേച്ചിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ കുഞ്ഞിനെ തിരിച്ചു വാങ്ങും? പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. ചേച്ചി ചിലപ്പോൾ കുറച്ച് വിഷമിക്കും, എന്നാലും പറയാതിരുന്നാൽ അത് ശരിയാവില്ല. ചേച്ചി, ഞാനെന്നാ പോവാ. ആഹാ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചത് നീ അപ്പോഴേ പോയിന്നാ. ആ പിന്നെ സന്ദീപിന്റെ കയ്യില് മോളുടെ ഡ്രസ്സുകൾ കൊടുത്തുവിടുന്ന കാര്യം മറക്കല്ലേ. അമ്മുക്കുട്ടി, അമ്മയ്ക്കൊരു ടാറ്റ പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ. ടാറ്റാ. ഞാൻ പേടിച്ചത് സത്യമായി. നീ ഇറങ്ങുന്നില്ലേ? അല്ലെങ്കിൽ പിന്നെ നീ ഇപ്പൊ പോണ്ട. സന്ദീപിനെ വിളിച്ചിട്ടേ കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. അപ്പൊ പിന്നെ നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് തിരിച്ചു പോവാലോ. അതല്ല ചേച്ചി, എനിക്ക് മോളുമായിട്ട് ഇപ്പൊ തന്നെ പോണം.